അങ്ങനെ തന്നെ സുകന്യ വാങ്ങണ തുണികളെല്ലാം പുതിയതായിരിക്കും. ലച്ചുവോ നേരം തുടച്ച് തുണി എടുത്തിട്ടോ. വാങ്ങണ തുണിയൊക്കെ പുതിയതായിരിക്കും അച്ചു അല്ലേ? തുടക്കാനുള്ളത് തുടക്കുക, എടുക്കാനുള്ളത് ഉടുക്കുക. അപ്പോഴേ വൈകുന്നേരത്തെ നമ്മുടെ ചോറിന് റോളോ ഇങ്ങനത്തെ തുണിക്കോ? മോര് മുരിങ്ങക്കായ ഇട്ടിട്ടാ മോര് കൂട്ടാൻ വെക്കുന്നത്. കുമ്പളങ്ങിയും പരിപ്പും മുരിങ്ങക്കായും തക്കാളി ഇട്ടിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാൻ. കന്നടക്കാരൻ വരുന്നുണ്ട്. കേക്ക് കഴിഞ്ഞു. ഏത് കേക്ക്? വേടെ കേക്കോ? എവിടെ വേടെ കേക്ക്? വേടെ കേക്കൊന്നും ഇല്ല. അമ്മൂട്ടിക്കില്ലേ കേക്ക് വേണം പറഞ്ഞിട്ടേ അവള് കൊറേ ദിവസമായി പ്ലം കേക്ക് ഇല്ലേ, കപ്പ് കേക്ക് അത് വേണം പറഞ്ഞിട്ട്. അപ്പൊ അത് വാങ്ങാൻ പോയി. അത് മറ്റേതല്ലേ, ടിഷ്യൂ പേപ്പർ വരില്ലല്ലേ? അങ്ങനത്തെ ഒന്നും വേണ്ട. ഇപ്പൊ ഇതൊന്നും തുടച്ചാൽ മതി നിങ്ങള്. മഴ വരുന്നുണ്ടിട്ട് ഇത് കൂടെ ഒക്കെ വിറക് ഇട്ടു കേട്ടോ. ഇതില്ലേ ശരി, ഞങ്ങൾ ഇറങ്ങി, സുഖമായി ഇറങ്ങി. അതന്നെ, അതൊക്കെ ട്രിപ്പായിരുന്നു. ഇവിടെ കറണ്ട് ഇല്ലാതായിരുന്നു. അതാ ഇവിടെ രാവിലെ വരെ കറണ്ട്, അതൊക്കെ ട്രിപ്പായിട്ട് വീണിട്ട് രാവിലെ വരെ കറണ്ടില്ല. അത് ഇടിയൊന്ന് വെട്ടിയപ്പോൾ ആ സാധനം ഓഫായി, മറ്റേ സാധനം ഓഫായി. മെയിൻ സ്വിച്ച് അത് ഓഫായി. പിന്നെ കറണ്ട് വന്നിട്ടില്ല. ഞാൻ രാവിലെ പിന്നെ ശരിയാക്കിയത്. ഇതാണ്ടോ, ഇതെന്താന്ന് അറിയാം, അടുപ്പത്ത് ഇത് നമുക്ക് കഴിക്കാനുള്ള ചക്കരക്കിഴങ്ങാണ്. എന്തോത്തെ എവിടെ കിടക്കുകയെന്നോ? അച്ഛ എവിടെങ്കിലൊക്കെ കിടക്കാം. എന്തേ ഈ പച്ചക്കറിയില്ലേ, പച്ചക്കറിയുടെ ഇത് ആ രണ്ട് മാങ്ങ ഇതിക്കിട്, ആ രണ്ട് മാങ്ങിയിടും കുമ്പളവള്ളിയുടെ ചോട്ടിൽ കൊണ്ടിടാനത്. നമ്മുടെ പച്ചക്കറിയുടെ തന്നെ വേസ്റ്റ് പച്ചക്കറിക്ക് ഇട്ട് കൊടുക്കുക. കുമ്പളവള്ളിയൊക്കെ അല്ലേ ഉഷാറായിട്ട് പടർന്ന് പന്തലിച്ച് പോയിട്ടുണ്ട് കേട്ടോ. എന്താ തലേതേക്കില്? കുക്കറിൽ വെക്കണോ അടുപ്പിൽ വെക്കണോ? എന്ത് എന്ത് കൂട്ട കത്തിച്ചിട്ടുണ്ടേ. ഈ ചട്ടിയിൽ വെച്ച ആ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ കൂട്ടാൻ തയ്യണ്ടേ. എന്താ ഈ സുകന്യെ ഈ ഏട്ടൻ പറയുന്ന പോലെ ഇത്ര കൂട്ടാനൊന്നും പോരാ. നമുക്ക് കുറച്ച് തോര കൂട്ടാൻ വേണം. അപ്പം അതിനനുസരിച്ചുള്ള കൂട്ടാൻ വെക്കണം. എന്താണ് കൂട്ടാൻ വെക്കാൻ പഠിക്കുക? പരിപ്പും കുമ്പളങ്ങിയും പിന്നെ ചക്കരക്കിഴങ്ങ് അടുപ്പത്ത് പോകുമ്പോഴേക്കും ഇതൊന്നും ഒരൊറ്റ വിസിലടിച്ച് കഴിഞ്ഞാൽ അത് വേവുമല്ലോ. ചായ ചാർജ് ആക്കണോ? എന്തിനു ചായ ചാർജ് ആക്കണം? എന്താ സൂന്? അത് ചാർജ് ആക്കലടി, അത് ബാറ്ററി ആണ്. അതേ ബാറ്ററി അയച്ചു വെച്ചക്കല്ല, ബാറ്ററി കംപ്ലൈന്റ് ചില സമയത്ത് കംപ്ലൈന്റ് വരും. മഞ്ഞപ്പൊടി, ചിലർ പറഞ്ഞു ഈ അടുപ്പിൽ കുക്കർ വെക്കാൻ പറ്റും എന്നുള്ളത്. ഇതുവരെ നമ്മൾ വെച്ച് നോക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ സംഭവം ഉണ്ടോ? ഈ അടുപ്പിൽ കുക്കർ വെക്കാത്ത സുകന്യതാ ഉരുളക്കിഴങ്ങ് വിറക്കണു. പൊന്നൂസിന്റെ കുങ്കനാണല്ലോ. അമ്മ കുങ്കണ്ടാക്കുന്നുണ്ട് ഇത്രേ. കുങ്കനും എന്ത് പാൽ കുക്കർ? ഇത് പാൽ കുക്കറാണ്. കുങ്കനും കുങ്കിയൊക്കെ ആയിട്ട് നമ്മളത് എന്ത് അത് കൂടെ അതെ അങ്ങനെ പരിപാടി ഉണ്ട് അച്ഛല്ലേ. അത് കൂടെ വെള്ളം നിറയ്ക്കുക അല്ല, സൈഡിൽ കൂടെ എന്നിട്ട് അടച്ച് വയ്ക്കുക. എന്നിട്ട് ആ സാധനം കളയരുതായിട്ടോ.
പാൽ കുക്കറിൽ എന്തൊക്കെയോ പരിപാടി അന്ന് നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ എന്തൊക്കെയോ കമൻറ്റ് വന്നായിരുന്നു അതെങ്ങനെ ഉപയോഗിക്കേണ്ട വിധം. ഇത് ശരിക്കില്ലേ 2 പാത്രം കൊണ്ട് വെക്കുമ്പോഴേക്കും ഇങ്ങനത്തെ 2 പാത്രം വെക്കുമ്പോഴേക്കും ഇതാണ്ട് നടന്നോളേ. അതിൻ്റെ ഉള്ളിൽ വെള്ളം നിറക്കേ. ആ അതിന് തന്നെയാണത് പാൽ കുക്കർ. നമുക്കേ ഇപ്പോൾ വൈകുന്നേരം വിറകിന് പോകുമ്പോണ്ടേ അടുപ്പ് കത്തിക്കാൻ നല്ല വിറകുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ രാവിലെ പുളി വെച്ചത് കുറച്ചേ ഉള്ളൂ, അല്ലെങ്കിൽ ഇന്ന് വെക്കില്ല. അപ്പോൾ ഇനി കൂട്ടാനപ്പം എന്നാൽ വെക്കാമെന്ന് വിചാരിച്ചേ. ഈ മാന്തലുണ്ട് കേട്ടോ ഇരിക്കണോ. മാന്തൽ വറക്കണോ പപ്പടം കാച്ചണം? പപ്പടം കാച്ചാം. മാന്തൽ നാളെ വറക്കാറേ. എന്തായാലും കുഴപ്പമില്ല. ഇതാ പരിപ്പും കുമ്പളങ്ങയും വെന്തു. തക്കാളി വെണ്ടയ്ക്കാന്ന് പറയുമ്പോൾ മുരിങ്ങക്കായ ഇട്ട് കൊടുത്തു കേട്ടോ. കൂട്ടാൻ എന്താ വേണ്ടത്? തക്കാളിക്കറി. അമ്മൂന് ഇഷ്ടം തക്കാളിക്കറി കേട്ടോ. പരിപ്പ് കുത്തിക്കാച്ചൽ. പരിപ്പ് കഴിഞ്ഞോ മുത്തേ, അതും കൊണ്ടാണ് ഉണ്ടാക്കാൻ. തുള്ളി പരിപ്പുള്ളതിനെ എടുത്തിട്ടതാ. ഞാൻ അതാണ് വൈകുന്നേരത്ത് വിചാരിച്ചിട്ടോ, പരിപ്പ് കുത്തിക്കാച്ചിയത് ഉണ്ടാക്കാന്നുള്ളത്. ആ അതന്നെ, അതിന് പരിപ്പ് കഴിഞ്ഞേ. പരിപ്പിന് നാളെ കോങ്ങാട് പോകുന്നുണ്ട്, അപ്പോൾ വാങ്ങാം. അച്ചുക്കുട്ടിയെ എന്താണ് പപ്പടം കാച്ചിയാൽ മതി തന്നെ ഇതിൽ. രണ്ടാമത് ഇപ്രാവശ്യം ആരും സ്പെഷ്യൽ വീഡിയോ ഒന്നും ഇട്ടില്ലല്ലോ. മുളക് പൊടി. നമുക്ക് മുളക് പൊടി മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കാട്ടോ. ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ടേ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാവണം. അമ്മൂട്ടി പറയുന്ന കേട്ടോ പിസ്സ ഉണ്ടാക്കി നോക്കിയാലോന്ന്. അതിന് എന്തൊക്കെ സാധനമാണെന്ന് എനിക്കറിയില്ല കേട്ടോ അമ്മൂട്ടി. നാടൻ കറികൾ എന്ത് വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കും. ഇപ്പോൾ വേറുള്ളത് പോലും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടോ. അമ്മക്ക് ഇനിയില്ലേ ചിക്കൻ ചുക്കല്ലേ, അതുണ്ടാക്കി വെക്കണം അല്ലേ? ഉപ്പ് കല്ലുപ്പ്. വേഗം ബുക്കൊക്കെ വാങ്ങണം. പുളി ഇട്ടോ, പുളി കുറച്ച് പുളി. ചെറിയ പാത്രത്തിലാണല്ലോ പുളി പൊഴിയുന്നത്. അത് ഞാൻ ഇതിലാക്കി വെച്ചതാ. 10 റുപ്യ. എന്താ അച്ഛൻ്റെ ബാഗ്? പുളി വിവിധ രാജ്യത്തെ പൈസകൾ. എവിടത്തേക്ക് അച്ചത് എഴുതിയിട്ടുണ്ടാവുമല്ലോ. ഖത്തറിലുള്ളത് അറബിയിലായിരിക്കില്ലേ? അപ്പൊ മനസ്സിലായി. ഞാൻ പോയിട്ടില്ല, എനിക്കറിയില്ല ഉണ്ണി. അമ്മയ്ക്ക് സത്യം പറയാ, അമ്മ ഈ പാലക്കാട് വിട്ടിട്ട് എവിടേക്കും പോയിട്ടില്ല. ഗുരുവായൂർ പോയിട്ടുണ്ട്. അത് നിങ്ങളൊക്കെ അല്ലേ എവിടേക്കെങ്കിലൊക്കെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പഠിച്ച് ജോലി ആയിട്ടോ ഒക്കെ നിങ്ങൾ പോയിക്കോളൂ. നമ്മുടെ പോലെ അല്ലല്ലോ നിങ്ങള്. ഇവിടുന്ന് പോവാനുള്ള കപ്പാസിറ്റി എവിടെ പൊന്നാ? ഇന്ത്യക്ക് പുറത്തൊക്കെ എങ്ങനെ പോകാനല്ലേ? ഒരു കൂലിപ്പണിക്കാരൻ്റെ വീട്ടിൽ ഒരു പണിയെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ തന്നെ നമ്മൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ. ഇതിലും മുകളിൽ നമ്മൾ കഴിഞ്ഞ് വന്നത് ചിന്തിച്ച് നോക്കുമ്പോൾ ഇപ്പം നമ്മൾ സ്വർഗത്തിലല്ലേ ഇരിക്കുന്നത്. ഞങ്ങൾ ഇന്നൊക്കെ അല്ലേ വിറകിന് പോയിക്കായിരുന്നു പറഞ്ഞില്ലേ. അപ്പോൾ ദിവസം പോയി കഴിഞ്ഞാൽ ഇതേപോലത്തെ കൊള്ളികൾ കിട്ടും കേട്ടോ. പക്ഷെ അത് എവിടെയാണ് കൊണ്ടുവന്ന് വെക്കുകയെന്നറിയില്ല. അത് ആ വണ്ടി നിർത്തുന്നതിൻ്റെ അവിടെ കണ്ടില്ലേ, അവിടെ കുറച്ച് കൊണ്ടിട്ടു. അയ്യോ, ഓട്ടോയിലൊക്കെ ചായ വെച്ചിരിക്കുകയാണ്. ഇനി എങ്ങനെ ഓട്ടോ എടുക്കും ഒരു അത്യാവശ്യത്തിന്? എന്ത് എങ്ങനെ ഓട്ടോ എടുക്കുമ്പോൾ ഒരു അത്യാവശ്യത്തിന്? കുഞ്ഞാ നീയല്ലേ ചെയ്തത്? കുഞ്ഞിൻ്റെ വേഗം ചോറിൽ കഴിഞ്ഞല്ലോ. ചോറുണ്ടോ? എന്താ നേരത്തെ ചോറുണ്ട്? അങ്ങനെ മറക്കാൻ പാടില്ല. ഇതാണ് നടന്ന് ചോറിന് ഇങ്ങോട്ട് കാട്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാനെന്താ
ആർക്കാ ചോറ് വേണ്ടാത്ത? ഇപ്പൊ കുങ്കുണ്ടാക്കിയപ്പോ ചോറ് വേണ്ടണ്ടായോ? അതിന് കേക്ക് 3 2 തിന്നില്ലേ? ഇതാ ഇത്ര ഇട്ടോ ഉണ്ടാക്കിയോളൂ, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഫുള്ള് പുഴുങ്ങിയോ? ഫുള്ള് പുഴുങ്ങിയോ? ഇനി 2 ഉണ്ട്. എന്താ മിഞ്ഞാന്നല്ല 4 ഇതേപോലെ മധുരക്കിഴങ്ങ് കൊണ്ടുവന്ന് പുഴുങ്ങിയിട്ട് പിറ്റേ ദിവസം 5-6 കഷ്ണം കളഞ്ഞു. കളയാനുള്ളതും പുഴുണ്ട. ഞാൻ ഒരു തന്നെ സാധനം ഉണ്ടല്ലോ. അതന്നെ പറഞ്ഞേ. അപ്പൊ തടി കുറയ്ക്കണ്ട. 100 ഗ്രാം തിന്നും. ചെറിയ പ്ലേറ്റ് അപ്പുറത്തുണ്ട്. തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കഷ്ടപ്പാടുണ്ട് പറഞ്ഞിട്ടാ. ഒന്നും ഫലം കാണുന്നില്ല. മഴ കുട മഴ വന്ന മഴ വന്നോടാല്ലേ? മഴ വന്നടാ. രണ്ടമ്മത് ഒന്നും മഴയില്ലാന്ന് വിചാരിച്ചു. ഇന്നും മഴ കിട്ടി. മഴ കിട്ടുവോ? കിട്ടട്ടെ അല്ലേ? ചാറ തുടങ്ങണല്ലോ. വെറും തേങ്ങ മാത്രം അരച്ചതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും കഴിക്കല് കഴിഞ്ഞു. ഇതിന്റെ ഇടയിൽ കൂടെ കൂട്ടാൻ വെക്കണതിൽ അടുപ്പത്ത് വെക്കുകയും ചെയ്തു എല്ലാവരും. ഇനിയപ്പോൾ അമ്മ രാവിലേക്കുള്ളല്ലേ? രാവിലേക്ക് കറിയോ? രാവിലേക്ക് എന്താ അനിയനെ അപ്പം നേരത്തെ നീച്ച് വെച്ചാൽ മതിയായിരുന്നു അല്ലേ? മുളകർത്ത് കൂടി ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ വേറെ കറിയൊക്കെ നല്ല കാര്യം ഉണ്ടാപ്പോ. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പുളി കുറച്ച് മതിയേ. ഇതിനധികം സാമ്പാറുണ്ടെങ്കിൽ സാമ്പാർ അവിടെ ഇരിക്കും. പുളിയൊന്നും അതാണ് പുളിയുടെ എല്ലാവർക്കും ഇല്ലേ ഉള്ള തുള്ളി പുളി കൂട്ടി വേഗം ചില്ലറക്കാരനല്ലല്ലോ. പുലിയാണ്. പുളിയല്ല, പുലിയാണ് അറിയാം. ഇറച്ചി കൂട്ടാനേക്കാളും എന്താ ആൾക്കാർക്ക് വേണ്ടത് പുളിയാണ് കേട്ടോ. ഇനി കഴുകാനുണ്ട്. എല്ലാവരും കഴിക്കൽ കഴിഞ്ഞിട്ട് ഒരു കഴുകല്. മഴ പെയ്യാൻ തുടങ്ങിട്ടാ. മഴ ചാറാൻ തുടങ്ങി. കാര്യമായിട്ടില്ല. ചാറ് ചെയ്യുന്നുണ്ട്. സൗണ്ട് കേൾക്കില്ലല്ലോ. നന്നായിട്ട് പെയ്തു വെച്ചെങ്കിൽ ഉഷാറായിരുന്നു. പരിപ്പ് കറി എൻ്റെ അമ്മ പറയുന്ന പോലെ രാവിലെ കറണ്ട് പോയിട്ട് വൈകുന്നേരം വന്നു. മേമ എന്താട്ടുന്നടി? ഇവിടെ നിന്നാണ് മഴയത്ത് പോണ്ട. മഴ തോന്നിട്ട് പോയി. എല്ലാവരും പ്രലോഭിക്കും കുട്ടിയെ പോണ്ട. പനി പിടിച്ച് അമ്മയുടെ കുട്ടിക്കാണ് വെയ്യായി വരിക. മഴ തോന്നിട്ട് പോവാ. അമ്മയമ്മ എത്തിച്ച് പോകണോ? അമ്മയമ്മ എത്തിച്ച് പോകണമെങ്കിൽ പോക്കോന്നോ? അല്ലാതെ ഇപ്പം ഞാൻ എന്താ പറയുന്നത്? അതാ ഇടി. കറണ്ട് പോയാലാണ് ബുദ്ധിമുട്ട് അല്ലേ? അതെ. ഈ മഴയുടെ സൗണ്ട് കേൾക്കാൻ തന്നെ എന്തൊരു സമാധാനമാണ്. കറണ്ട് പോയാൽ നല്ല സമാധാനാട്ടോ. കറണ്ട് പോവില്ല. രാവിലെ തൊട്ട് കറണ്ട് നമ്മളങ്ങോട്ട് തിരിഞ്ഞാണില്ലേ എന്താ കത്തണ പറക അങ്ങോട്ട് കെട്ടുപോകും. മഴ ഇത് കൂടി കാണാനും കൂടി ഇല്ല അല്ലേ? പപ്പടവും കാച്ചിട്ട് അനിയനെന്താ ചെറിയ പനിയൊക്കെ ഉണ്ട് തോന്നുന്നു. ചുക്ക് കാപ്പി വെച്ച് കൊടുക്കണം. എങ്ങനെ പോയാലും പേര് എന്താ ഇതേ വരുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ചുമ. ഈ പണിയെടുക്കണോടത്തുനിന്ന് പല രീതിയിലുള്ള വെള്ളം കുടിക്കുകയല്ലേ. അപ്പം അതാ തോന്നുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ നമ്മുടെ അടുക്കള കുറച്ച് നല്ല സ്ഥലം വേണ്ടതായിരുന്നു അല്ലേ? ഇത് അവിടുത്തെ അടുക്കളയുടെ അതേ സ്ഥലമേ ഉള്ളൂ ഇവിടെ. അതിന് ഇവിടെ ഒരു പിള്ളത്തിൻ്റെ വന്നില്ലേ? ശരിക്കും തീരെ സ്ഥലമല്ല അടുക്കള. സ്ഥലം ഉണ്ടല്ലോ എന്നുള്ള ഭാഗ്യം അത് വിചാരിച്ചാൽ മതി. ഇപ്പോൾ അല്ല ഞാനതല്ല പറഞ്ഞത്. ഇത്ര ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇതൊന്നല്ല പറയുന്നത്. ഓരോ വീട്ടുകൾ വലിയ അടുക്കള കണ്ടിട്ടില്ലേ? വലിയ അടുക്കള, നമുക്ക് കുഞ്ഞു അടുക്കള മതി. എനിക്കില്ലേ ഗ്രില്ല് ചെയ്യണ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പ് വയ്ക്കുന്ന സമയത്ത് ഞാൻ ആ ഏട്ടനോട് പറഞ്ഞപ്പോൾ ആ ഏട്ടൻ പറഞ്ഞു, ഇത് ചെറിയ സ്ഥലമല്ലേ പെങ്ങളെ, ഇതിൽ പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഞാൻ എൻ്റെ കുടുംബത്തിലൊരു വീട്ടിൽ പോയപ്പോൾ അവിടെ അവൾക്ക്
അടുപ്പിലേട്ട ഗ്രില്ല് ചെയ്യുന്ന സൗകര്യം ഉണ്ട് പറയാൻ. മീനൊക്കെ ചുട്ടെടുക്കണത്. അപ്പോൾ നമ്മുടെ കറി ഇതാ തിളച്ചു ആയിട്ടോ. മഴ സ്ട്രോങ് ആവണില്ലല്ലോ. മഴ ഇങ്ങോട്ട് സ്ട്രോങ് ആവണില്ല. അല്ല ഇങ്ങനെയൊക്കെ ഇങ്ങനെ മഴ കിട്ടണ്ടല്ലോ നമുക്കല്ലേ. സന്തോഷിക്കാം. മഴ വരുന്നു. സൗണ്ടെങ്കിലും കേൾക്കണ്ടല്ലോ എന്തായാലും. എന്തിന് സ്കൂള് തുറക്കുമ്പോഴേക്കല്ലേ, അപ്പോഴേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യേ. അപ്പോൾ സംഭവം സെറ്റായി. തള വന്നു കേട്ടോ. കറി ഇറക്കി ഈ മൺചട്ടിയിലൊക്കെ എന്ന് വെച്ചാൽ എപ്പോഴും കത്തിയും കൊണ്ടേയിരിക്കും കേട്ടോ. കത്തിയും കൊണ്ടെല്ലാം തിളച്ചും കൊണ്ടേയിരിക്കും. പോവാനാ അങ്ങോട്ട് പോവാനാ? ഈ ചോറ് കൊണ്ടെന്നോ? ചോറ് കഴിഞ്ഞില്ലേ? അവൻ ചക്കരക്കിഴങ്ങ് കഴിച്ചു. ബാ ഉണ്ണി, നേരത്തെ ചോറുണ്ടായിരുന്നേ. മാങ്ങൊപ്പിലിട്ടതൊക്കെ കൂട്ടി. എന്താ അവിടെ പോയിക്കണ്? ഇനി കടുക് താളിക്കുക കേട്ടോ. കടുക് താളിക്കേ വേണ്ടുള്ളൂ. കടുക്കും അത് കുറച്ചെണ്ണയിൽ ഇടാൻ പാടില്ല. സുന്നി ഓരോന്നോരോന്നാവുമ്പോ ശരിയാവും. ചക്രം തോന എണ്ണയിൽ വേണം. ആ 1 ലിറ്റർ എണ്ണയിൽ വേണം. ചക്രം കറങ്ങും. എന്തേ അവൻ പോണില്ല? അവൻ വീട്ടിക്ക് പോകണ്ട. ഇത്ര എന്നിട്ട് വെള്ളത്തിൽ ചോപര കൂടെ വെച്ചേക്കണ്ട. അവൻ വീട്ടിക്ക് പോണം പറഞ്ഞു. അവനെ പൊല്ലൂസിനെ അങ്ങോട്ട് മാറ്റി. കമ്മി തന്നെ. കറി ഒന്ന് കടുക് വറുത്തിട്ട ചോറ് എടുക്കാലോ. മോര് പറ്റില്ലല്ലോ ഇനിയിപ്പോ, ചുമയില്ലേ. അല്ലെങ്കിൽ രാത്രി എന്താ മോര് കഴിക്കുന്നു? ഉണക്കമീനും അത്ര പിടിക്കില്ല കേട്ടോ. എന്താ അതാണ് ആകെയുള്ള പ്രശ്നം. കോഴിമുട്ടയാണെന്ന് വെച്ചാൽ എനിക്കിഷ്ടാ പപ്പടം. ഞാൻ വെറുതെ ചൂടുള്ള ചോറിന് കറിയൊന്നും വേണ്ട കേട്ടോ. പപ്പടം കഴിക്കുമ്പോ മുട്ട കഴിക്കുന്നത് നല്ലതാണേ. പപ്പടം കഴിച്ച് വയറ് കേടില്ല. എന്തുണ്ടാവാനാ? BP ഉണ്ട്. എന്താണ് നോക്കി ഇങ്ങനെ BP ഒന്നും. പപ്പടം നല്ല ഇഷ്ടല്ലേ? അങ്ങനെ തന്നെ ഞാൻ ഇന്നൊന്ന് കഴിച്ചു. പപ്പടം കണ്ട കഴിക്കാത്തൊരു വന്നു മഴയും കൊണ്ടിട്ട്. കുളിപ്പിച്ചേരേ കുളിപ്പിച്ചേരേ ഈ നേരത്തോ? അപ്പൊ ഇത് രാവിലെയാണ് ചെയ്തു വെച്ചെങ്കിൽ എത്ര നന്നായി. ക്യാരറ്റ് അവിടെ ക്യാരറ്റും ഒക്കെ എന്താ ഇരിക്കണത് കണ്ടോ വീട്ടില് സഞ്ചിയില്. അത് നാളെ എടുത്ത് ഉപ്പേരി വെക്കണം കേട്ടോ. നാളെ മുട്ടക്കോസ് വെച്ചാൽ മതിയേ. രാവിലെ മുട്ടക്കോസും ഉപ്പേരി ഉണ്ടാക്കാം. ചോറും കൊണ്ടോണ്ട്. എന്താ ഈ പറയുന്നത്? ഞാൻ എന്നെ പോലെ പൊട്ടത്തികൾ ആരെങ്കിലും ഉണ്ടാവോ? ഉണ്ടാവില്ല. സത്യമായിട്ട് അങ്ങനെ വേണം സോന്യ. ഉലുവിട്ട കറി അറിയാലോ, അതുകൊണ്ട് കൂട്ടാനിക്കല്ലേ പോയി. കടുകിക്ക് അപ്പൊ കുഴപ്പമില്ല. ഇരുന്നൊന്ന് തെരഞ്ഞാ പോരെ.
ഏട്ടനൊക്കെ നിസാരാണ് സൂര്യ. കടുക് മാറ്റി കടുക് അങ്ങോട്ട് ഉലുവ അങ്ങോട്ട് എത്ര നേരം വേണം പോയി? എന്താ നമ്മുടെ കറിട്ടോ കണ്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എന്താ ഇവിടെ പഞ്ചാരയിൽ ചായപ്പൊടി പോയൊക്കെ ആൾക്കാർ തിരഞ്ഞെടുക്കുന്നത്. അപ്പോഴേ നമ്മുടെ കറിയൊക്കെ കേട്ടോ. ഇനി എപ്പോഴാണ് കറണ്ട് പോകാമെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു പരപ്പ് പാത്രങ്ങളുണ്ട് കഴുകാൻ. മക്കളുടെയൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഇനി ഇവിടെയൊക്കെ അടിച്ച് ഇവിടെയൊക്കെ തുടച്ചിട്ടിട്ട് കിടക്കുമ്പോഴേക്കും കറണ്ടും പോയാൽ ഉഷാറായി കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ കറി വയ്ക്കാറുണ്ടോ? അല്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളല്ലേ അല്ലേ വെക്കാറ്? ഇവിടെ നമുക്കൊരു സിങ്ക് വെച്ച് കഴിഞ്ഞ് വെച്ചാൽ ഇവിടെ കുറേ പാത്രങ്ങൾ വെക്കായിരുന്നു. അതിന് പാത്രങ്ങൾ കഴുകിയിട്ട് വെക്കായിരുന്നു. ഞാനൊരു കൊട്ടത്തളം പോലെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ അങ്ങനെ ചെയ്യായിരുന്നു. സിങ്കിലെന്താ പാത്രം വെക്കണേന്ന് വിചാരിച്ച്. സിങ്കിലല്ല, ഇവിടെ നിന്ന് ഇങ്ങനെ നീളത്തിലൊരു കൊട്ടത്തളേ കുറച്ച് വലുതുണ്ടാക്കുക. ഇത് കുറച്ച് അപ്പോൾ ഇവിടുത്തെ പാത്രങ്ങളൊക്കെ ഇവിടെ തന്നെ കഴുകാലോ, അങ്ങോട്ട് കൊണ്ടുപോകണ്ടല്ലോ എന്ന്. അല്ലെങ്കിൽ പുറത്ത് അവിടെ പാത്രം കഴുകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലേ? എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ നാളെ നല്ല മഴ പെയ്യുമ്പോൾ ഉള്ളിൽ തന്നെ സൗകര്യം. പക്ഷെ അല്ലെങ്കിലൊക്കെ ഈ വലിയ വലിയ പാത്രങ്ങളൊക്കെ പുറത്ത് കഴുകുക തന്നെ കേട്ടോ സുഖം. നമുക്കത് ശീലിച്ചിട്ടാണ് തോന്നുന്നുണ്ട്, അതൊക്കെ മാറണം. അപ്പം നാളെ നല്ല വിശേഷം. നാളെ കാണാം കേട്ടോ.